കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതായി ഇഡി വൃത്തങ്ങൾ. ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നത് വിലക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് അയച്ചത്. ഈ മാസം 12-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കിഫ്ബിയുടെ മസാല ബോണ്ടിൽ ഫെമ നിയമന ലംഘനമുണ്ടെന്ന് ആരോപിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നു. എന്നാൽ തികച്ചും സ്വകാര്യ വിവരങ്ങൾ തേടിയുള്ള ഇഡിയുടെ സമൻസ് നിയമപരമല്ലെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഐസക്കിന്റെ വാദം ശരിവെച്ച കോടതി സമൻസ് അയച്ച നടപടി റദ്ദാക്കിയിരുന്നു. പിന്നാലെ ഇഡി സമൻസ് പിൻവലിക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ നോട്ടീസ് അയക്കാവൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി വീണ്ടും തോമസ് ഐസക്കിന് സമൻസ് അയച്ചത്. എന്നാൽ ഇഡിയുടേത് രാഷ്ട്രീയ നീക്കമാണെന്നും കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. പ്രതിപക്ഷത്തിലുള്ള ആളെ ഇപ്പോൾ കൂറുമാറാൻ തയ്യാറായോ അപ്പം അന്വേഷണം തീരുകയാണ്. ഒരൊറ്റ BJP-ക്കാരന് അതിനായിട്ട് അന്വേഷണമില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കം. ഈ നോട്ടീസ് ഒരു സംശയവും വേണ്ട ഇഡിയുടെ രാഷ്ട്രീയ നീക്കമാണ്. കിഫ്ബി സംബന്ധിച്ചാണല്ലോ കേസ്. ഏതൊക്കെ ഏജൻസി അന്വേഷിച്ച് C&T, ഇൻകം ടാക്സുകാർ ഓഫ് ഓൾ പീപ്പിൾ അവരൊന്നും അന്വേഷിച്ചു. ഇപ്പോൾ ഇഡി വരിക. കേരളത്തിൻ്റെ വികസനത്തിൽ വിസ്മയകരമായ പുരോഗതി സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. ഇഡി നോട്ടീസിന് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ഈ മാസം 12-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് തോമസ് ഐസക്കിന് നൽകിയ നോട്ടീസിൽ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.